ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് നേപ്പാളുകാരുടെ പുതിയ യുവ പ്രധാനമന്ത്രി. ജൻസി പ്രക്ഷോഭകാലത്ത് കാറ്റുമാറി വീശിയതാണ് നേപ്പാളിൽ. പരമ്പരാഗത രാഷ്ട്രീയ ധ്രുവങ്ങളെല്ലാം അപ്രസക്തമായ കാലത്ത് രാജ്യത്ത് ഉയർന്നു വന്ന നേതാവ്, മിതഭാഷിയായ റാപ്പർ ബലേന്ദ്ര ഷാ അഥവാ റാപ്പർ ബലേൻ. നേപ്പാളിനെ ബലേന്ദ്ര ഷാ ഭരിക്കും. ആദ്യം സംഗീതത്തിലൂടെയും പിന്നെ ഭരണത്തിലൂടെയും യുവത്വത്തിന്റെ മനം കവർന്ന നേതാവ്. അഴിമതിക്കറ പുരളാത്ത ഒരു രാഷ്ട്രീയത്തിന്റെയും പിൻബലമില്ലാതെ ജയിച്ചു കയറിയ ബലേന്ദ്ര ഷായിൽ നേപ്പാളിലെ യുവത്വം പ്രതീക്ഷകൾ അർപ്പിക്കാൻ കാരണങ്ങൾ ഏറെയാണ്. സത്യത്തിൽ എങ്ങനെയാണ് ബലേന്ദ്ര ഷാ എന്ന നേതാവിന്റെ വളർച്ച? ബലേന്ദ്ര ഷായുടെ അധികാരം നേപ്പാളിൽ എന്ത് മാറ്റം കൊണ്ടുവരും? ഇന്ത്യയുമായുള്ള ബന്ധം എങ്ങനെയാവും? എഞ്ചിനീയറിംഗ് ബിരുദാനന്തര ബിരുദം നേടിയ യുവാവ് പഠനത്തിന് ശേഷം നേരെ സംഗീതത്തിലേക്ക്. ഹിപ്ഹോപ്പ് ഗാനങ്ങളിലൂടെ ജനപ്രീതി നേടുന്നു. നഗരജീവിതം, അസമത്വം, അഴിമതി തുടങ്ങിയവ റാപ്പുകളായി മാറിയതോടെ വലിയ സ്വീകാര്യത ലഭിക്കുന്നു. പതിയെ രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറ്റുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ കാഠ്മണ്ഡുവിൽ മത്സരിച്ച് ജയിച്ച് മേയർ പദവിയിലെത്തുന്നു. ജൻസി പ്രക്ഷോഭത്തിന് പിന്തുണ നൽകിയതോടെ കൂടുതൽ സ്വീകാര്യത നേടുന്നു. പ്രധാനമന്ത്രി ഒലി രാജിവെച്ചതോടെ അടുത്തതാരെന്ന ചോദ്യത്തിന് നേപ്പാൾ നൽകിയ ഉത്തരമായിരുന്നു ബലേന്ദ്ര ഷാ. ഇന്ന് അതും യാഥാർത്ഥ്യമാകും. സിനിമാ കഥയെ വെല്ലുന്നതാണ് ബലേന്ദ്ര ഷാ എന്ന നേതാവിന്റെ യാത്ര. 1990-ൽ കാഠ്മണ്ഡുവിലാണ് ബലേന്ദ്ര ഷാ ജനിച്ചത്. മൈഥിലി വംശജനായ മതേശി കുടുംബത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മഹോത്തരിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് കുടിയേറിയവരാണ്. ആയുർവേദ ചികിത്സകനായ രാം നാരായൺ ഷായും ധ്രുവദേവി ഷായുമാണ് മാതാപിതാക്കൾ. നേപ്പാളിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ബലേന്ദ്ര ഷാ കർണാടകയിലെ വിശ്വേശ്വരയ്യ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവും നേടി. തുടർന്ന് കാഠ്മണ്ഡു സർവകലാശാലയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ PhD പഠനത്തിന് ഗവേഷക ഫെലോഷിപ്പും ലഭിച്ചു. എന്നാൽ പഠനശേഷം സംഗീതമായിരുന്നു ബലേന്ദ്ര ഷായുടെ മേഖല. 2010-ന്റെ തുടക്കം മുതൽ ബലേന്ദ്ര ഷാ നേപ്പാളിലെ ഹിപ്ഹോപ്പ് രംഗത്ത് സജീവമായി. 2012-ൽ ആദ്യ ആൽബം സഡക് ബാലക് പുറത്തിറക്കി. 2013-ൽ നേപ്പാളിൽ ജനപ്രിയ റാപ്പ് പരിപാടികളിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തതോടെ പ്രശസ്തി വർദ്ധിച്ചു. അസമത്വം, അഴിമതി, വികസനമില്ലായ്മ തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങളെ തുറന്നു പറഞ്ഞ ബലേന്ദ്ര ഷായുടെ വരികൾക്ക് രാജ്യത്ത് വലിയ ഫാൻ ബേസ് ഉണ്ടായി. ഇത് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ ശബ്ദമായി ആരാധകർ കാണാൻ തുടങ്ങി. അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ ഹിപ്ഹോപ്പ് സംഗീതം ആയുധമാക്കി. 2015-ലെ നേപ്പാളിനെ പിടിച്ചുകുലുക്കിയ ഭൂകമ്പത്തിന് പിന്നാലെ കുറഞ്ഞ ചിലവിൽ വീടുകൾ നിർമ്മിച്ചു നൽകിയതോടെ ബലേന്ദ്ര ഷായുടെ ജനപ്രീതി വീണ്ടും വർദ്ധിച്ചു. ഇതൊക്കെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻബലമില്ലാതെ, പാർട്ടി അജണ്ടകളില്ലാതെ ബലേന്ദ്ര ഷായെ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചത്. 2022-ലാണ് കാഠ്മണ്ഡു മെട്രോപൊളിറ്റൻ സിറ്റി മേയർ തെരഞ്ഞെടുപ്പിൽ ബലേന്ദ്ര ഷാ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിറങ്ങുന്നത്. എന്നാൽ ഈ പ്രഖ്യാപനത്തിന് മുമ്പ് ഏകദേശം 5 വർഷക്കാലം അദ്ദേഹം കാഠ്മണ്ഡു നഗരം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ചിരുന്നു. ഒരു കൂട്ടം സുഹൃത്തുക്കൾക്കൊപ്പം വോട്ടർമാരുമായി സംസാരിക്കാൻ അദ്ദേഹം വീട് തോറും കയറിയിറങ്ങി. വസ്ത്രധാരണത്തിലടക്കം ഒരു യുണീക്ക് ഐഡന്റിറ്റി നിർമ്മിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സൺഗ്ലാസുകൾ ബലേന്ദ്ര ഷായുടെ വ്യക്തിത്വത്തിന്റെ പര്യായമായി. കറുത്ത കണ്ണട, കറുപ്പ് വസ്ത്രം, മിതഭാഷണം, അതാണ് ബലേന്ദ്ര ഷായുടെ സവിശേഷത. തികഞ്ഞ ദേശീയവാദി, തോളിലെപ്പോഴും ദേശീയ പതാക. ദേശീയ പതാകയെ അപമാനിച്ചെന്ന എതിരാളികളുടെ നരേറ്റീവ് വീഴാൻ അധികകാലം വേണ്ടി വന്നില്ല. എന്നാൽ ആ പ്രതിഷേധം വാസ്തവത്തിൽ ബലേന്ദ്ര ഷായുടെ ജനപ്രീതി വീണ്ടും വർദ്ധിപ്പിച്ചു. അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം, സുതാര്യത, ഇതൊക്കെയായിരുന്നു കാഠ്മണ്ഡുവിൽ മത്സരത്തിനിറങ്ങുമ്പോൾ ബലേന്ദ്ര ഷായുടെ വാഗ്ദാനം. എന്തായാലും സ്വതന്ത്രനായി നിന്ന് 61,000-ൽ പരം വോട്ടുകളുടെ പിൻബലത്തിൽ അദ്ദേഹം വിജയിച്ചു. മേയർ സ്ഥാനത്തെത്തുന്ന ആദ്യ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന ചരിത്രവും അദ്ദേഹം രചിച്ചു. പിന്നീട് വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാക്കിയ കാലമായിരുന്നു. വിപുലമായ വിജയ റാലികളോ ചടങ്ങുകളോ നടത്തുന്നതിനു പകരം കാഠ്മണ്ഡു നഗരത്തെ മാലിന്യമുക്തമാക്കി. പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തി. നടപടികളിൽ സുതാര്യത ഉറപ്പാക്കാൻ മുനിസിപ്പൽ കൗൺസിൽ യോഗങ്ങളുടെ തത്സമയ സംപ്രേഷണം ഏർപ്പെടുത്തി. സർക്കാർ ഭൂമിയിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനിറങ്ങി. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ പൊള്ളയായ വാഗ്ദാനങ്ങൾക്കപ്പുറത്തുള്ള പ്രായോഗിക ഭരണം നേപ്പാളിൽ അദ്ദേഹം കാഴ്ചവെച്ചു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു രാജ്യത്ത് ബലേന്ദ്ര ഷാ വ്യത്യസ്തനായി. ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന് കവറേജ് ലഭിച്ചു. ടൈം മാസികയുടെ 2023-ലെ മികച്ച 100 വ്യക്തികളിൽ ഒരാളായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ജൻസി പ്രക്ഷോഭത്തിന് ബലേന്ദ്ര ഷാ പിന്തുണ പ്രഖ്യാപിച്ചതോടെ അദ്ദേഹത്തിന്റെ സ്വീകാര്യത വർദ്ധിച്ചു. പ്രക്ഷോഭത്തെ തുടർന്ന് ശർമ്മ ഒലി രാജിവെച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ജൻസി പ്രക്ഷോഭകർ ഉയർത്തിക്കാട്ടിയത് ബലേന്ദ്ര ഷായെയായിരുന്നു. ഇടക്കാല സർക്കാരിനെ നയിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പകരം സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കിയെ ഇടക്കാല നേതൃമുഖമായി പിന്തുണച്ചു.
തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കാൻ സുശീല കാർക്കിയുടെ ഇടക്കാല സർക്കാർ രൂപവൽക്കരിക്കുന്നതിനും സഹായിച്ചു. പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി 2026 ജനുവരി 18 ഷാ മേയർ സ്ഥാനം രാജിവെച്ച് ലാമി ചെന്നൈയുടെ RSPയുടെ ഭാഗമായി. വിവാദങ്ങളിൽ അകപ്പെട്ട് പ്രതിസന്ധിയിലായിരുന്ന ലാമി ചെന്നൈക്കും RSPക്കും ഷായുടെ വരവ് പുതിയ ഊർജ്ജമേകി. വിദ്വേഷ പ്രസംഗങ്ങളോ ഭിന്നിപ്പുണ്ടാക്കുന്ന പരാമർശങ്ങളോ ഇല്ലാതെ സൗമ്യമായി സംസാരിച്ച് ബലേന്ദ്ര ഷാ നേപ്പാളിലുടനീളം വലിയ പിന്തുണ നേടിയെടുത്തു. RSPയുടെ മുഖമായി മാറി. പ്രാദേശിക വംശീയ വേർതിരിവുകൾക്കപ്പുറം ദേശീയത പ്രതിഫലിപ്പിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചാരണം. ഇതോടെ യുവാക്കൾ, സ്ത്രീകൾ, മാദേശി സമൂഹം, പ്രവാസികൾ എന്നിവരുടെ പങ്കാളിത്തം ബലേന്ദ്ര ഷായുടെ പ്രചാരണ റാലികൾക്ക് ലഭിച്ചു. അഴിമതി വിരുദ്ധത, ഫെഡറലിസം എന്നിവയ്ക്ക് ഊന്നൽ നൽകിയുള്ള പ്രചാരണവും വിജയിച്ചെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ബലേന്ദ്ര ഷാ പ്രധാനമന്ത്രിയാകണമെന്നത് യുവതലമുറയുടെ ആവശ്യമായിരുന്നു. അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട്. 3 കോടിയോളം വരുന്ന നേപ്പാളി ജനസംഖ്യയുടെ 40% 40-ൽ താഴെ പ്രായമുള്ളവരാണ്. 1.9 കോടിയോളമാണ് വോട്ടർമാർ. അതിൽ 10 ലക്ഷത്തോളം പേർ കന്നി വോട്ടർമാർ. 10% യുവാക്കളിലെ തൊഴിലില്ലായ്മ. അതിനാൽ തന്നെ യുവാക്കൾ വൻതോതിൽ വിദേശത്തേക്ക് തൊഴിൽ തേടി പോവുകയാണ്. 45 ലക്ഷത്തിലേറെ നേപ്പാളുകാർ വിദേശത്തുണ്ടെന്നാണ് കണക്ക്. ഇവർ നാട്ടിലേക്ക് അയക്കുന്ന പണമാണ് നേപ്പാളിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 33% ഏറെയും. ഇത്തരം അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് യുവ നേതൃത്വത്തെ നേപ്പാൾ ജനത അധികാരത്തിലേറ്റുന്നത്. അതുമാത്രമല്ല, ഭരണവിരുദ്ധ വികാരത്തിൽ മുങ്ങിയ നേപ്പാളിനെ രക്ഷിക്കാനും ബലേന്ദ്ര ഷായ്ക്ക് ആവുമെന്നാണ് പ്രതീക്ഷ. പുതുതലമുറയ്ക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് സംസാരിക്കുന്ന നേതാവാണ് അദ്ദേഹം. നേപ്പാളിൽ ശക്തമായ സർക്കാർ അധികാരത്തിൽ തുടരേണ്ടത് ഇന്ത്യയുടെ കൂടെ ആവശ്യമാണ്. അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ, വ്യാപാരം, ഊർജ്ജ സഹകരണ പദ്ധതികൾ എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സ്ഥിരതയുള്ള സർക്കാർ വേണം. പുതിയ സർക്കാർ ഭരണത്തിലേറുമ്പോൾ വിദേശ നയത്തിൽ മാറ്റം വന്നേക്കാം. എന്തായാലും നേപ്പാളിൽ വരാനിരിക്കുന്ന സർക്കാരുമായി ശക്തമായ ബഹുമുഖ ബന്ധങ്ങൾ കെട്ടിപ്പടുത്തുന്നതിന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയോടും ചൈനയോടും സ്വതന്ത്രവും ശക്തവുമായ ബന്ധം പുലർത്തുമെന്നാണ് RSPയുടെയും നിലപാട്. പരമ്പരാഗത ഇന്ത്യ അനുകൂല അല്ലെങ്കിൽ ചൈന അനുകൂല ലേബലുകളിൽ നിന്ന് മാറി കൂടുതൽ സുതാര്യമായ ഒരു ഉഭയകക്ഷി ബന്ധമാണ് നേപ്പാൾ ആഗ്രഹിക്കുന്നതെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ഇന്ത്യയെ നേരത്തെ വിമർശിച്ചിരുന്ന വ്യക്തിയാണ് ബലേന്ദ്ര ഷാ എന്നുകൂടെ ഓർക്കണം. കാഠ്മണ്ഡു മേയർ ഓഫീസിൽ ഇന്ത്യൻ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഗ്രേറ്റർ നേപ്പാൾ ഭൂപടം പ്രദർശിപ്പിച്ചതും ലിപുലേഖ് പോലുള്ള അതിർത്തി തർക്കങ്ങളിൽ തീവ്ര നിലപാട് സ്വീകരിച്ചതുമെല്ലാം ഇന്ത്യയുടെ താൽപര്യങ്ങളുമായി യോജിക്കുന്നതല്ല എന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്.